ലോകമെങ്ങും പാറി പറന്നു നടന്ന് മോദിജിയെ വാഴ്ത്തി പാടുകയാണ് ശ്രീ ശശി തരൂർ എന്ന തിരുവനന്തപുരം MP. കോൺഗ്രസെ, നിങ്ങൾക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് എൻ്റെ വഴി, അതാണ് തരൂരിൻ്റെ പാർട്ടി ലൈൻ. തരൂർ ഇപ്പോൾ എവിടെയാണ്, തരൂർ ഇപ്പോൾ ഏത് പാർട്ടിയിലാണെന്ന് സ്വയം പരിശോധിക്കണമെന്ന് കെ മുരളീധരൻ പരിഹസിച്ചപ്പോൾ അവിടെ അതിനും പ്രതിരോധം തീർത്ത് സണ്ണി ജോസഫ് വന്നു. അയാൾ ഇപ്പോഴും കോൺഗ്രസിൽ തന്നെയാണ് കേട്ടോ എന്ന് രഹസ്യം പറയുന്നത് പോലെ പറയുകയും ചെയ്തു. അതായത് തരൂർ ഇപ്പോഴും കോൺഗ്രസിലാണ്. പക്ഷേ തരൂര് ആരെപ്പോലെയാണ് പെരുമാറുന്നത്? BJPയുടെ മോദി സർക്കാരിന്റെ സൂപ്പർ വക്താവിനെ പോലെയാണ് തരൂര് പ്രവർത്തിക്കുന്നതെന്നാണ് കോൺഗ്രസിനുള്ളിലെ വിമർശനം. ഇത് എടുത്തു പറയുന്നത് ആരാണ്? VD സതീശൻ തന്നെയാണ്. VD സതീശൻ PV അൻവറിന്റെ കാര്യത്തിൽ ഒരു കാര്യം പറഞ്ഞു. PV അൻവറിന്റെ ഭീഷണിക്കും ഏഷണിക്കും മുന്നിലൊന്നും വഴങ്ങില്ല, UDF ഒറ്റക്കെട്ടായി മത്സരിക്കും, നിലമ്പൂർ പിടിക്കും. അതുപോലെ നിലമ്പൂർ പിടിച്ചു. അതുപോലെ തന്നെയാണ് VD സതീശന്റെ ഇപ്പോഴത്തെ കടുത്ത നിലപാട്. ഇയാൾ പ്രവർത്തക സമിതി അംഗമാണ് തരൂര്. അതുകൊണ്ട് കേന്ദ്രം പറയണം, എന്താണ് തീരുമാനം, കേന്ദ്രം പറയണം. കേന്ദ്രം ആ തീരുമാനം പറയാത്തത് നാണം കെട്ട ഏർപ്പാടാണെന്നാണ് VD സതീശനും അദ്ദേഹത്തിന് ഒപ്പമുള്ള ആളുകളും പറയുന്നത്. പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും, പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധി, സഞ്ജയ് ഗാന്ധി, അവരെ പിന്നിൽ നിന്ന് കുത്തുകയല്ല, കരണക്കുട്ടിക്ക് അടിക്കുന്നത് പോലെയായിരുന്നു തരൂരിന്റെ ലേഖനം. രണ്ടാമത് ഇംഗ്ലണ്ടിൽ പോയിട്ട് പ്രസംഗിച്ചു. എന്താണ്? കോൺഗ്രസ് തുടർന്നു വന്നിരുന്ന ഇടതുപക്ഷ നയങ്ങൾ, ഇടതുപക്ഷ നയമല്ല, സോഷ്യലിസം, അതായത് സോഷ്യലിസ്റ്റ് മനോഭാവം കോൺഗ്രസിനുണ്ടായിരുന്നു. അത് നെഹ്റുവിയൻ കാഴ്ചപ്പാടാണ്. നെഹ്റു വെച്ചതാണ് സോഷ്യലിസ്റ്റ് മനോഭാവം കൂടി. ഒരു കമ്മ്യൂണിസ്റ്റ് മനോഭാവം എന്നൊക്കെ വേണമെങ്കിൽ അതിനെ വിളിക്കാമെങ്കിൽ, ഓമനപ്പേരോടുകൂടി വിളിക്കാമെങ്കിലും ഇടതു നയം എന്ന് പറയാൻ പറ്റില്ല, സോഷ്യലിസ്റ്റ് നയം. അതിൽ നിന്നും എന്താണ് രാജ്യമാകെ വ്യതിചലിച്ചു കഴിഞ്ഞു. ഇപ്പോഴുള്ളത് കേന്ദ്രീകൃത ഭരണമാണ് നടക്കുന്നത്. അതായത് എല്ലാ അധികാരവും മോദിയിലാണ്. എല്ലാ അധികാരവും മോദിയിലായതുകൊണ്ട് തന്നെ ശക്തമായൊരു ദേശീയത ഇന്ത്യയിൽ വന്നു. ഇതൊക്കെ അടപടലം പുറത്ത് വിമർശിക്കപ്പെടുന്ന നയങ്ങളാണ് എന്ന് തരൂരിനറിയാം. ഇതിനെയാണ് കോൺഗ്രസ് എതിർക്കുന്നതെന്നറിയാം. മോദി ഏകാധിപതിയെ പോലെ പെരുമാറുകയാണെന്നാണ് രാഹുൽ ഗാന്ധി നാഴികയ്ക്ക് 40 വട്ടം പറയുന്നത്, സ്വേച്ഛാധിപതി എന്ന്. ആ സ്വേച്ഛാധിപത്യത്തെ തരൂർ പ്രത്യക്ഷത്തിൽ തന്നെ വാഴ്ത്തി സ്തുതിക്കുമ്പോൾ, അത് പാർട്ടിക്ക് ഇത്രയധികം അവമതിപ്പുണ്ടാക്കുമ്പോൾ കേന്ദ്ര നേതൃത്വം പറയുന്നത് തരൂരിനെതിരെ ഇപ്പോൾ ആരും ഒന്നും പരസ്യമായി മിണ്ടരുത്, അയാൾക്കെതിരെ നടപടി ഇപ്പോൾ പാർട്ടി സ്വീകരിക്കില്ല. അയാളെ നിഗ്ലക്റ്റ് ചെയ്യുക, അയാളെ അവഗണിക്കുക, അയാൾ പറയുന്നത് എന്തോ പറഞ്ഞോട്ടെ, നമ്മളിത് കേൾക്കാൻ കൂട്ടാക്കണ്ട എന്നാണ് ഹൈക്കമാൻഡിന്റെ നയം. അറ്റ്ലീസ്റ്റ് ഇയാളെ CWC എന്തെങ്കിലും എടുത്ത് പുറത്തു കളയണ്ടേ, അതായത് പ്രവർത്തക സമിതിയിൽ എന്തെങ്കിലും എടുത്ത് മാറ്റണ്ടേ. അങ്ങനെയെങ്കിലും ഈ ആത്മാർത്ഥമായി പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾക്ക് ഒരു സന്തോഷം കൊടുക്കണമല്ലോ, അതുമില്ല. പാർട്ടി ഭയക്കുന്നത് AICC പ്രസിഡന്റാകാൻ വരെ തരൂർ മത്സരിച്ച് കുറേയധികം വോട്ടുകൾ നേടി. അപ്പോൾ ഇന്ത്യയിൽ ആകമാനമുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് തരൂരിനോട് എന്തോ ഒരു ഇതുണ്ട്. അതുകൊണ്ട് ആ ഇത് ഹൈക്കമാൻഡിന് പേടിയാണ്. ഹൈക്കമാൻഡ് പറയുന്ന ആ ഇത് പാർട്ടിക്കെതിരെ പ്രാവർത്തികമായാൽ, പാർട്ടിക്കെതിരെ അത് പ്രവർത്തിച്ചാൽ അത് വലിയ ദോഷം ചെയ്യും. കേരളത്തിലും തരൂരിന് ഫാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണല്ലോ തരൂർ സ്വന്തമായി ഒരു സർവേ നടത്തി ഞാനാണ് മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ എന്ന് പറഞ്ഞത് പ്രസിദ്ധീകരിച്ചത് എന്നാണ് MMSനെ പോലുള്ള ആളുകൾ പരിഹസിക്കുന്നത്. തരൂർജി സ്വയം സർവേ നടത്തി സ്വയം പ്രസിദ്ധീകരിച്ചു, ഞാനാണ് ഇവിടെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ, അല്ല VD സതീശനും മറ്റ് ആളുകളുമൊക്കെ കിഴങ്ങന്മാരാണ്, ഇവിടെ വലിയ നേതാക്കളൊന്നും ഇല്ല എന്ന് തരൂർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. കേരളത്തിൽ കോൺഗ്രസിന് നേതാക്കളില്ലെന്നാണ് തരൂരിന്റെ പ്രധാനപ്പെട്ട വിമർശനങ്ങളിൽ ഒന്ന് തന്നെ. അങ്ങനെ നിരന്തരം പാർട്ടിയെ ഇവിടെ തുടങ്ങുന്നത് സംസ്ഥാന സർക്കാരിന്റെ വ്യാവസായിക മേഖലയിലെ പുരോഗതിയെക്കുറിച്ചുള്ള ലേഖനം എഴുതിയതോടുകൂടിയാണ് തരൂരിന്റെ ലേഖനവും പ്രസംഗവും ഒക്കെ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയതും അതിൽ മുനവച്ച വിമർശനങ്ങളുണ്ട് എന്ന് തിരിച്ചറിയാൻ തുടങ്ങിയതും. പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ വ്യാവസായിക വകുപ്പിനെയും പുകഴ്ത്തിയത് പിന്നെയും കോൺഗ്രസ് അങ്ങ് ക്ഷമിക്കും, കാരണം നമ്മുടെ സംസ്ഥാനമല്ലേ, വിട്ടേക്കാം. പക്ഷേ ഇന്ദിരാഗാന്ധിയെ പറഞ്ഞാൽ കേട്ട് നിൽക്കുമോ? രാഹുൽ ഗാന്ധിയെ പറഞ്ഞാൽ കേട്ട് നിൽക്കുമോ? രാഹുൽ ഗാന്ധിയും കോൺഗ്രസിലെ ആകമാന നേതാക്കൾ നിരന്തരം എതിർക്കുന്ന മോദിജിയെ വാനോളം പുകഴ്ത്തിയാൽ ശരിയാകുമോ? മോദിജി കരിസ്മാറ്റിക് നേതാവ് എന്നാണ് തരൂർ പറയുന്നത്. കരിസ്മാറ്റിക് നേതാവ്, അദ്ദേഹത്തിന്റെ പ്രഭാവത്തിൽ രാജ്യം കുതിച്ച് ഉയരുകയാണ്. രാഹുൽ ഗാന്ധി പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രഭാവത്തിൽ രാജ്യം താഴേക്ക് പതിക്കുന്നു എന്ന് പറയുമ്പോൾ തരൂർ പറയുന്നു കുതിച്ച് ഉയരുകയാണെന്നാണ്. അങ്ങനെ രണ്ടും രണ്ട് തട്ടിലാണ്. തരൂർ ഒരു തട്ടിലാണെങ്കിൽ ഇപ്പുറത്ത് കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് അണികളും കോൺഗ്രസ് ഭാരവാഹികളും എല്ലാവരും മറുതട്ടിലാണ്. എങ്കിലും തരൂരിന്റെ തട്ട് തന്നെ താണ് നിൽക്കുകയാണ് എന്ന ഭയം ഇത്രയും നേതാക്കൾക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ നട്ടല്ലില്ലായ്മ തീർച്ചയായിട്ടും ചൂണ്ടിക്കാണിക്കേണ്ടതല്ലേ എന്നാണ് VD സതീശൻ ചോദിക്കുന്നത്. VD സതീശൻ പറയുന്നതിന്റെ അന്തസ്സത്തെ എത്രയേ ഉള്ളൂ. ഇത്രയധികം നേതാക്കളും പാർട്ടി ഒന്നടങ്കം ഒരു തട്ടിൽ നിൽക്കുമ്പോൾ മറുതട്ടിൽ തരൂരാണ്
എന്നാണ് ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുന്നു, ഇവരൊക്കെ പോങ്ങന്മാരാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് മോദിയെ സ്തുതിച്ചുകൊണ്ട് ഒരു തട്ടിലിരിക്കുന്നു. അപ്പോൾ ഇത്രയും നേതാക്കൾ ഒരുമിച്ച് നിന്നിട്ടും തരൂരിനെതിരെ ഒരു ചെറുവിരൽ പോലും അലക്കാൻ ഹൈക്കമാൻഡ് തയ്യാറാകുന്നില്ല. അത് എന്ത് നടപടിയാണ്? അതുകൊണ്ട് അമർഷമുണ്ട് കേരളത്തിലെ പ്രവർത്തകർക്കെന്ന് വി.ഡി. സതീശൻ പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. തരൂരിനെ അറഞ്ചം പുറഞ്ചം വെട്ടി ഇല്ലാണ്ടാക്കുകയാണ് വി.ഡി. സതീശന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് വി.ഡി. സതീശൻ മൗനം ഭജിക്കുന്നത്. വയലാർ പാടിയതുപോലെ, ഞാനൊരിത്തിരി നേരം മൗനമായി ഇരുന്നത് ധ്യാനലീനനായി മാറാനല്ല, മഹാശബ്ദമായി മാറാനാണെന്ന് പറഞ്ഞതുപോലെ വി.ഡി. സതീശൻ ഇപ്പോൾ മൗനം പാലിക്കുന്നത് പി.വി. അൻവറിന്റെ കാര്യത്തിൽ കുറച്ചു കാലം മൗനം പാലിച്ചിട്ട് അവസാനം ഒരു ഗംഭീര പണി കൊടുത്തില്ലേ, അതുപോലെ ശശി തരൂരിനും ഗംഭീര പണി കൊടുക്കാനാണ് വി.ഡി. സതീശൻ ഇപ്പോൾ മൗനം പാലിക്കുന്നത് എന്ന് നമുക്ക് കണക്ക് കൂട്ടാം. ഏതായാലും കേന്ദ്ര നേതൃത്വത്തിനെതിരെയുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ അമർഷം ആളിക്കത്തുകയാണ് കേരളത്തിൽ.